ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2 തലയണ കവറാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നോർമലി നമ്മൾ വാങ്ങാറുള്ള തലയണ കവർ പോലെയല്ല. നമ്മുടേതായ കുറച്ച് ഡിസൈൻസൊക്കെ വരുത്തി, നമ്മുടേതായ കുറച്ച് ഐഡിയാസൊക്കെ വരുത്തി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്, സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന തലയണക്കാരനെ അപേക്ഷിച്ച് ഒരു 185 രൂപയുടെ നൈറ്റി മെറ്റീരിയൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. നല്ല മെറ്റീരിയലാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നൈറ്റി മെറ്റീരിയൽ വെച്ച് ഒരു മെറ്റീരിയൽ വെച്ച് തന്നെ നമുക്ക് ഏകദേശം 2 തലയണ കവർ തന്നെ കേട്ടോ. നിങ്ങളുടെ അളവനുസരിച്ച്, ഞങ്ങളുടെ ഇവിടുത്തെ അളവെന്ന് പറഞ്ഞാൽ 2 തലയണ ഒന്നിച്ച് വെക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അളവനുസരിച്ച് 2 തലയണ കവർ തയ്ക്കാനുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതും 2 മെറ്റീരിയലാണ് ഞാനതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഫിനിഷ് കെയറിൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളെടുത്തിരിക്കുന്ന നൈറ്റി മെറ്റീരിയൽ ഈ 2 കളറാണ്. 3 മീറ്റർ വീതമുള്ളതാണ് മെറ്റീരിയൽ. അപ്പം ആദ്യത്തെ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ട് അതിന് ഒരു ഏകദേശം 31 ഇഞ്ച് നീളവും 21 ഇഞ്ച് വീതിയുമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പം അത് അളന്ന് നോക്കിയിട്ട് 31 ഇഞ്ചാണ് നീളം വെച്ചിരിക്കുന്നത്. ഞാൻ തലയാണയുടെ അളവ് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരു 21 ഇഞ്ച് വീതിയും വെച്ച് ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മളതൊന്ന് നേരെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ ആ പച്ച മെറ്റീരിയലും കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതും അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന മെറ്റീരിയലൊന്നും തന്നെ നമ്മൾ ഇവിടെ കളയുന്നില്ല. നമ്മളത് ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ പിങ്ക് ഷെയ്ഡിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോണുകൾ ഓപ്പണായിരിക്കുന്ന ഏരിയകളൊക്കെ അടയ്ക്കുന്നതിനോടൊപ്പം ട്യൂബ് കണക്കിന് കുറച്ച് ഡിസൈനും കൂടെ ഈ ഒരു പച്ച തുണി വെച്ചുകൂടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനു വേണ്ടി ആദ്യം ട്യൂബ് കണക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ ഓപ്പണിംഗ് ഉള്ള ഭാഗം ക്ലോസ് ചെയ്യുന്നതുൾപ്പെടെ ഈ ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു 3 സൈഡും ചെയ്തെടുക്കുന്നുണ്ട്. 4ാമത്തെ ഓപ്പണിങ്ങിൻ്റെ സൈഡെന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. അത് ഇത്തരത്തിലാണ് 4ാമത്തെ ഓപ്പണിങ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കാരണം ഇവിടെ നിന്നും ഇത്രയും കണക്കെ നമ്മൾ ഒന്നടിച്ചെടുത്തിട്ട് ഇതിൽ ഒരു തുണി മാത്രം വെച്ചാണ് അടുത്ത ആ ഒരു പച്ച തുണിയെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. ഒരു തുണി വിടണമല്ലോ, നമുക്ക് ഓപ്പണിങ് ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പണിങ് ഇട്ടിട്ട് നമ്മൾ ആ പച്ച തുണിയെ ഒരു തുണിയോട് ഒരു പീസിനോട് ചേർത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പുറത്തെ സൈഡ് നമ്മൾ ബ്ലാങ്ക് ആയിരുന്നു, അവിടം കൂടെ ഓപ്പണിംഗ് ഇല്ലാത്തൊരു മടക്കി വെച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കൂടെ നമ്മളൊന്ന് ട്യൂബ് കണക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഇത് മടക്കി നമ്മൾ ട്യൂബ് കണക്കെ ആക്കി നമ്മൾ 3 സൈഡുകളും അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ 3 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് 4ാമത്തെ ഓപ്പണിംഗ് ഉള്ള ഭാഗമാണ് ഇനി വേണ്ടത്. അത് നമ്മൾ ഇങ്ങനെയായിരുന്നല്ലോ ഇരുന്നത്, ഉൾഭാഗമായിരുന്നു നേരെ ഇരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്, സ്റ്റിച്ചിങ് എല്ലാം അകത്താക്കിക്കൊണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ കൂടെ അതിൻ്റെ ഒരു 3 അറ്റം ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉൾഭാഗം വീണ്ടും പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നൂലൊക്കെ കാണുമല്ലോ അതിന്. ആദ്യത്തെ നമ്മുടേത് സെറ്റായിട്ടുണ്ട്. കോമ്പിനേഷനും കളേഴ്സ് സൂപ്പറായിരുന്നു. ഇനി 2ാമത്തേത് നമ്മുടെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡുള്ളത്, അത് ഞാൻ പുറമേ പൈപ്പിംഗ് ഒന്നും അല്ല കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ഭാഗങ്ങൾ ഓപ്പൺ ആയിരിക്കുന്നതിൽ ബാക്കി 2 ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മുടെ നമ്മുടെ പിങ്ക് ഷെയ്ഡിൻ്റെ ആ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി വന്നതെടുത്ത് ട്യൂബ് പോലെ കുറച്ച് വീതിയുള്ള ട്യൂബ് കണക്കെ ഒന്ന് ആക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ട്യൂബ് കണക്കെ ഉള്ളത് തന്നെ ഞാൻ ഇപ്പം അടിക്കുന്ന ആ ഒരു അളവുണ്ടല്ലോ, അത് തന്നെ ഞാൻ 2 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിനുശേഷം ഞാൻ തലയണ കവറിൻ്റെ ഒരു സൈഡിലൊരു ചരിഞ്ഞ രീതിയിൽ ട്യൂബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്, ഒരു ചെറിയ ഡിസൈനിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു ലോക്ക് ഇടുന്നുണ്ട്. അപ്പം അവിടെ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു സൈഡല്ലേ അടിച്ചുള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ സൈഡ്, ഇപ്പുറത്തെ സൈഡ് നമ്മൾ അടിക്കുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ സൈഡ് ട്യൂബ് നമ്മളെടുത്ത് ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഭാഗം ആ ഒരു അറ്റം പുറത്തോട്ട് വരത്തക്ക രീതിയിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച്, ആദ്യം അടിച്ച ട്യൂബിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് നമുക്ക് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഒരു 4-5 എണ്ണം വെച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ സിബ്ബാണ്. നമ്മൾ സിബ്ബ് വെച്ചാണ് ഈ തലയണ തയ്ക്കാൻ പോകുന്നത്. അപ്പം ആദ്യമേ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സിബ്ബല്ല കേട്ടോ, ഫുള്ളായിട്ട് സിബ്ബല്ല, കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്. അപ്പം കുറച്ച് സിബ്ബ് ആദ്യമേ നമ്മൾ ഒരറ്റം ഒന്ന് ലോക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി 2 സൈഡുകളും ഒന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മെറ്റീരിയൽ വെച്ച് അടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ബാലൻസ് വരുന്നതിൻ്റെ ഉള്ളിലേക്ക് ബാക്കി ഭാഗത്തെ സിബ്ബ് വെച്ചിട്ട് മടക്കി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് നല്ലവണ്ണം ടൈറ്റായിട്ട് ലോക്കിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തേതും തലയണ കവർ സെറ്റായിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പിങ്കും ഗ്രീനും കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും ഒരു പുതിയ ഐഡിയ ആയിരുന്നു. തലയാണയൊക്കെ നമ്മൾ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 തലയാണയാണ് സംഭവം. അപ്പം എല്ലാം സെറ്റാക്കി ഇപ്പം കട്ടിലിലായിട്ടുണ്ട്. അപ്പോൾ സംഭവം എല്ലാവരും കണ്ടല്ലോ, നല്ല സംഭവമല്ലേ, ഈസിയാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടേതായ ഡിസൈൻസൊക്കെ ഇതിനകത്ത് വേണ്ടി നമുക്ക് കൊണ്ടുവരാനും ഒക്കെ പറ്റും. പിന്നെ നിങ്ങളുടെ ഐഡിയാസിനൊത്ത് നിങ്ങളും കൊണ്ടുവരിക. അതേപോലെ തന്നെ സിബൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലയാണ ചാടിപ്പോക്ക് കുറച്ച് ഉള്ള പരിപാടിയാണല്ലോ. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ പെൽച്ചനൊക്കെ അടിക്കുമ്പോഴൊക്കെ എടുത്തടിക്കും, അന്നേരം ഇതിനകത്തൊന്നും പുറത്തോട്ട് ചാടുന്ന ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ സിബൊക്കെ വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ച് കുറേ ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി ഞാനിനി എത്തുന്നിടം വരെ ടാറ്റാ.